Hi, I am Dr. Renuka. UG ചെയ്തത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറയിലായിരുന്നു. ലാസ്റ്റ് ഇയർ നിംഹാൻസ് ഓൾ ഇന്ത്യ PG എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ MD മാനസരോഗ 2024 ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ദ്രോണയിലെ എല്ലാ ടീച്ചേഴ്സിനോട് എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഈ നേരത്തെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ കുറച്ച് എക്സാമിനെ പറ്റിയിട്ട് കുറച്ച് ടിപ്സും അതിൻ്റെ ഡീറ്റെയിൽസും പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിംഹാൻസ് യൂഷ്വലി MD മാനസരോഗ അഡ്മിഷൻ ജൂലൈ ഇൻടേക്കിലാണ് ചെയ്യുന്നത്. എക്സാം അറൌണ്ട് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മന്തിലാണ് ഉണ്ടാവുക. ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. നിംഹാൻസ് ബാംഗ്ലൂരിൽ പോയിട്ട് നമ്മൾ എക്സാം എഴുതണം. അവിടെ ടാബ് പ്രൊവൈഡ് ചെയ്യും. അതിലാണ് നമ്മൾ എക്സാം ചെയ്യേണ്ടത്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ക്വസ്റ്റ്യന് 4 മാർക്സും നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 1/4 നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഇനി സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ APGTയുടെ സെയിം സിലബസ് തന്നെയാണ് നിംഹാൻസ് എക്സാമിന് ഉള്ളത്. ആയുർവേദ പോർഷൻസ് മെയിനായിട്ട് APGT പോർഷൻസ് തന്നെയാണ്. നമ്മൾ ദ്രോണയിൽ പഠിപ്പിക്കുന്ന എല്ലാ 3 സ്റ്റാർ പോയിന്റ്സും സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്കൊരു 80% അബവ് സ്കോർ ചെയ്യാൻ പറ്റും ആയുർവേദ ടോപ്പിക്സിൽ. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് യോഗയും മോഡേൺ സൈക്കാട്രി പോർഷൻസും ആണ് ഒരു 5 to 10 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വരിക. പിന്നെ എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കൂടുതലും APGTക്ക് നമ്മൾ അസേർഷൻ, റീസൺ, മാക്സിമം ഫോളോയിങ് ഒക്കെ ആയിരിക്കും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. പക്ഷെ നിംഹാൻസിൽ ലാസ്റ്റ് ഇയർ കുറച്ചും കൂടെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന ലൈക്ക് ഓപ്ഷൻസ് കുറച്ചും കൂടെ ഡിലീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ മോഡേൺ പോർഷൻ ഒഴികെ ബാക്കി ആയുർവേദ ടോപ്പിക്സ് എല്ലാം 3 സ്റ്റാർ ഏരിയാസ് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് എക്സാമിന്റെ പാറ്റേണും സിലബസിനെ പറ്റിയും പറയാനുള്ളത്. പിന്നെ അവിടെ IMD ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് MD മാനസരോഗ വരുന്നത്. സോ സൈക്കാട്രി MD മാനസരോഗ പഠിക്കാൻ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക. അതുപോലെ APGT എക്സാമിനേഷന് മുന്നേ എക്സാം വരുന്നത് കൊണ്ട് മുന്നേ ആയതുകൊണ്ട് നമുക്കൊരു ട്രയൽ എക്സാമിനേഷനും കൂടെ ആയിരിക്കും. സോ എഴുതാൻ പോകുന്ന എല്ലാ ആസ്പിറൻസിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.